ചെറുപ്പശ്ശേരി നഗരസഭയിൽ ഇത്തവണ കൗൺസിലർമാരായി ദമ്പതികളും 31-32 വാർഡുകളിൽ നിന്നും വിജയിച്ച സുബീഷിനും ഭാര്യ രശ്മി സുബീഷിനുമാണ് ഈ ഭാഗ്യം. ഇരുവരും മുമ്പ് ഓരോ തവണ ഒരേ വാർഡിനെ പ്രതിനിധീകരിച്ച് കൗൺസിലിൽ എത്തിയവർ കൂടിയാണ്. ചെറുപ്പശ്ശേരിയിലെ പുതിയ നഗരസഭാ ഭരണസമിതി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ ഏറെ കൗതുകമായാണ് ഈ ദമ്പതികൾ കൗൺസിലിലേക്ക് എത്തുന്നത്. നഗരസഭ 31-32 വാർഡുകളിൽ നിന്നായി UDF സ്ഥാനാർത്ഥികളായി മത്സരിച്ച് വിജയിച്ചെത്തിയ പി സുബീഷും ഭാര്യ രശ്മി ടീച്ചറുമാണ് ഈ ദമ്പതികൾ. ചെറുപ്പശ്ശേരി നഗരസഭയായി ഉയർന്നതിനു ശേഷം ആദ്യ കൗൺസിൽ അംഗമായിരുന്നു സുബീഷ്. തുടർന്നു വന്ന തിരഞ്ഞെടുപ്പിൽ ഇതേ വാർഡിൽ നിന്നും ഭാര്യ രശ്മി ടീച്ചർ മത്സരിച്ച ജനപ്രതിനിധിയായി. നഗരസഭയുടെ 3ാം കൗൺസിലിൽ ഒരുമിച്ചെത്തിയ സന്തോഷത്തിലാണ് ഇരുവരും. യൂത്ത് കോൺഗ്രസ് മണ്ഡലം, ബ്ലോക്ക് തലങ്ങളിൽ ഭാരവാഹിത്വം വഹിച്ച നേതാവാണ് സുബീഷ്. 32ാം വാർഡ് ചന്ദ്രത്തുപറമ്പിലെ സ്കൂളിൽ അധ്യാപികയാണ് ഭാര്യ രശ്മി. ജനങ്ങളുടെ മികച്ച പിന്തുണയാണ് പൊതുപ്രവർത്തന മേഖലയിൽ ഇരുവരുടെയും കരുത്ത്. ജനങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും കുടുംബകാര്യങ്ങളെക്കാൾ പൊതുകാര്യങ്ങൾക്ക് പ്രാധാന്യം നൽകി മുന്നോട്ടു പോകാനാണ് ശ്രമിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു. 2015 ചെർപ്പശ്ശേരി നഗരസഭയായി മാറിയപ്പോൾ അതിലെ പ്രഥമ കൗൺസിലർ അംഗമായി പങ്കെടുക്കാൻ ഭാഗ്യം ലഭിച്ച ഒരാളാണ്. തുടർന്ന് 2020 തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അന്ന് വൈഫിനും പാർട്ടി അതിൽ അവസരം കൊടുത്തിരുന്നു. വീണ്ടും 2025 ഒരു മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ അപ്രതീക്ഷിതമായി പാർട്ടി എനിക്കും വൈഫിനും മത്സരിക്കാനുള്ള ഒരു അവസരം തന്നു. ആ പ്രദേശത്തെ ജനങ്ങൾ ഞങ്ങളെ ഏറ്റെടുത്ത് ആ പ്രദേശത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഞങ്ങളെ ഏൽപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. എന്തായാലും പല മീഡിയകളും വാർത്ത ചെയ്തതുപോലെ ഇനി ആ പ്രദേശത്തെ വികസന കാര്യം ആ പ്രദേശത്തുള്ളവരെ എല്ലാം ഞങ്ങളുടെ ഒരു കുടുംബാംഗമായി ആ കുടുംബത്തോട് ഒപ്പം ചേർന്ന് നിന്ന് വരും ദിവസങ്ങളിൽ അവിടെയുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയും. അതിന് എല്ലാവരുടെയും പിന്തുണ വേണം. ഞങ്ങളെ തിരഞ്ഞെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയത്തിൽ ചാരിച്ച നന്ദി അറിയിക്കുകയാണ്. എനിക്ക് 2020 പാർട്ടി ഒരു അവസരം തന്നു. 31ാം വാർഡ് ചന്ദ്രത്തുപറമ്പിൽ ഞാൻ അവിടെ ജയിച്ചു. അതിന് മുന്നേ സുബീഷ് ചേട്ടനായിരുന്നു അവിടെ കൗൺസിലറായിട്ടുണ്ടായിരുന്നത്. വനിതാ വാർഡായപ്പോൾ ഞാൻ അവിടെ മത്സരിച്ചു. തുടർന്ന് വീണ്ടും പാർട്ടി എനിക്കൊരു അവസരം തന്നു 32ാം വാർഡ് വീട്ടിക്കാട്. കാരണം അതിനൊരു പ്രത്യേകത കൂടി ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഒരു അധ്യാപിക കൂടിയാണ്. അപ്പോൾ അവിടെ എൻ്റെ വിദ്യാലയം നിൽക്കുന്നത് ആ ഒരു വാർഡിലാണ്. അപ്പോൾ രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും നല്ല സഹകരണവും നല്ല പിന്തുണയും എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലും ഞാനൊരു വാർഡിൻ്റെ അതിർത്തി ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിർത്തികളില്ല. വാർഡ് അതിർത്തികളൊക്കെ ഭരണ സംവിധാനങ്ങളും ഒക്കെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതിർത്തികളൊക്കെ. പക്ഷേ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതിർത്തികളൊന്നുമില്ല. കഴിഞ്ഞ പ്രാവശ്യങ്ങളും അങ്ങനെ അതിർത്തി വെക്കാതെ ആ പ്രദേശങ്ങളിൽ, അതായത് വീട്ടിക്കാട് മേഖലയിലെ ഏതൊരു വിഷയത്തിലും ജനങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇടപെടാൻ കഴിഞ്ഞിട്ട് തുടർന്നും അത് തീർച്ചയായിട്ടും ഉണ്ടാവും. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.